ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നോക്കിയത് ഇതാണ്. നിങ്ങളുടെ എനർജി എന്താണെന്ന് ചോദിച്ചു. പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് ചോദിച്ചു. പിന്നെ അദ്ദേഹത്തിന് നിങ്ങളോടുള്ള ഇപ്പോഴത്തുള്ള സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് തുടർന്നുള്ള അദ്ദേഹം നിങ്ങളിലേക്കുള്ള വരവ് എങ്ങനെയാണ്, ഭാവിയിലേക്കുള്ള എന്താണ് നീക്കുപോക്കം ചോദിച്ചു, ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു. അതേപോലെ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഇപ്പോഴത്തുള്ള നിങ്ങളുടെ വ്യക്തിയോടുള്ള എനർജി എന്താണ്, നിങ്ങളെന്താണ് മനസ്സിൽ ആഗ്രഹിക്കുന്നത്, ഈ 3 കാര്യമാണ് ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ 2 കുട്ടികളും ചോദിച്ചത്. അപ്പോൾ കിട്ടിയ റീഡിംഗ് ഇതാണ്. വളരെ പോസിറ്റീവായ റീഡിങ്ങാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കിട്ടിയ റീഡിംഗ് ഇതാണ്, നോക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് വെച്ചാൽ ഇപ്പോൾ അത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. അദ്ദേഹം വളരെ വികാരത്തോടെ കാണുന്നത്. ഇപ്പോഴും ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത്. അതായത് അദ്ദേഹം പ്രത്യേകിച്ച് ആക്ഷനൊന്നും എടുത്തിട്ടൊന്നുമില്ല, പക്ഷേ വളരെ വികാരപ്രദമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ അദ്ദേഹത്തിന് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, ഇപ്പോഴുള്ള എനർജി ചോദിച്ചപ്പോഴത്തേക്ക് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു മേജർ ആർക്കനക്കാരനാണ്, ഇത് ലവേഴ്സാണ്. തീർച്ചയായും ആ വ്യക്തി നിങ്ങളിൽ വളരെയധികം ടെംപ്റ്റേഷനുള്ള വ്യക്തിയാണ്. നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളോട് വളരെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ അത്ര ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അതേപോലെ ഇത് യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹവും നിങ്ങൾക്കുണ്ട് താനും. അപ്പോൾ എന്തുകൊണ്ടും ഒരു നല്ല കാർഡാണ്. നിങ്ങളുടെ നല്ലൊരു സ്യൂട്ടായ കപ്പിൾ തന്നെയാണ് ആ വ്യക്തി. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള നിങ്ങളുടെയൊക്കെയുള്ള വരവ്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ തീരുമാനം ചോദിച്ചപ്പോഴത്തേക്ക് കിട്ടിയതാണ്. ഇതാ കിട്ടിയത് 7 ഓഫ് വാൺസ് ആണ്. 7 ഓഫ് വാൺസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും അദ്ദേഹം വിജയിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ എന്തൊക്കെ സംഭവങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും അദ്ദേഹം നേരെ അതെല്ലാം വിജയിച്ച് മുന്നേറി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എനർജി ചോദിച്ചപ്പോഴത്തേക്ക് കിട്ടിയത് 7 ഓഫ് കപ്സ് ആണ്. തീർച്ചയായിട്ടും 8 ഓഫ് കപ്സ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ നിരാശയിലാണ്. നിങ്ങൾ വളരെയധികം വേദനയോടെ തിരിഞ്ഞു പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഇത് തിരിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്, വേദനയോടുകൂടി. പക്ഷെ നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കണ്ട നൈറ്റ് ഓഫ് സോൾസ് ആണ്. അതായത് നിങ്ങൾ വളരെ സ്പീഡിൽ ആ വ്യക്തിയോട് വളരെ സ്പീഡിൽ നിങ്ങൾക്ക് പോകാനുള്ള ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് ആ വ്യക്തിയെ തിരിച്ചു കിട്ടാനും ആ വ്യക്തിയുടെയൊക്കെ എത്തിച്ചേരാനുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ആ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇതാണ് കിട്ടിയത്. കണ്ടാൽ മനസ്സിലാവുമല്ലോ. 10 ഓഫ് കപ്സ് ആണ്. വളരെ വൈകാരികമായ ഒരു കപ്പാണ്. നല്ലൊരു സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിച്ച് ആ വ്യക്തിയോടൊപ്പം വളരെ സന്തോഷത്തിൽ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, എന്തായാലും ഇതാണ് ഇന്നത്തെ റീഡിങ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കിട്ടുമെന്നും നല്ലൊരു ലൈഫ് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് പറ്റുമെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്യുക. നിങ്ങളങ്ങനെ ഒരു ആഗ്രഹം, നിങ്ങൾക്ക് അങ്ങനെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിട്ട് കഴിഞ്ഞതെല്ലാം മറന്ന് മുന്നോട്ട് പോകുവാനും നല്ലൊരു ലൈഫ് നയിക്കാനും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ക്ലെയിം ചെയ്യുക, പോസിറ്റീവായിട്ട് എടുക്കുക. നിങ്ങൾക്കത് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ, എന്ത് തന്നെയാണെങ്കിലും നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുക. പണ്ടൊരു ഞാൻ കേട്ടിട്ടുണ്ട്, അമിതാഭ് ബച്ചൻ്റെ മകൻ അഭിഷേക് ബച്ചൻ ഐശ്വര്യയെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ. പക്ഷേ അദ്ദേഹം ആ ഒരു വർഷ തീരുമാനം എടുത്തു. ഒരിക്കൽ ഞാൻ അവരെ കെട്ടു, അവരെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് അവർ തന്നെ വിവാഹം കഴിച്ചിട്ട് അങ്ങനെ പറഞ്ഞത്. അതുപോലെ കുറേ പേരുടെ കാര്യങ്ങളുണ്ട്. നമ്മളൊരു തീരുമാനമെടുത്ത് അതിനുവേണ്ടി നമ്മൾ മുന്നോട്ടിറങ്ങിയാൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് അത് നമുക്ക് നല്ലതാണ് നമുക്ക് കൊണ്ടുവരുന്നേക്കുന്നത്. നമുക്ക് നല്ല ബന്ധമാണ്, നമുക്ക് മുന്നോട്ട് നല്ലൊരു ലൈഫ് കിട്ടും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യും, കൂടെ ഉണ്ടാകും. ഓക്കെ, അത് നമുക്ക് ശുഭകരമല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ന പേഴ്സണെ എടുത്തിട്ട് പോവുകയും ചെയ്യും. നമ്മൾ രണ്ട് വഴിക്കാക്കുകയും ചെയ്യും. എന്തു തന്നെ സംഭവിച്ചാലും നമ്മളുള്ള നന്മയ്ക്ക് വേണ്ടിയാണ് യൂണിവേഴ്സ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല വ്യക്തികളാണെങ്കിൽ, നല്ല സഹായം ഉള്ള വ്യക്തികളാണ്, സിമ്പതി എമ്പതി ഒക്കെ ഉള്ള വ്യക്തികളാണ്, അതുപോലെ കോൺഫിഡൻസ് ആണ്, വളരെയധികം ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള വ്യക്തിയാണ്, ഇതൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ, അതുപോലെ നെയിൽ ലൈറ്റാണ്, മെഡിറ്റേഷൻ ചെയ്യും, മറ്റുള്ള കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ്, പാപ്റ്റേഴ്സ് അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ നമ്മുടെ യൂണിവേഴ്സ് ഉണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ സംഭവിക്കട്ടെ, നിങ്ങളുടെ നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. തന്നെയല്ല, ഒന്ന് കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ, അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വീഡിയോ ഒന്നുകൂടി നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത്, ക്ലെയിം ചെയ്യുന്നത്. താങ്ക് യു.